ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിടിലൻ പുഡിംഗ് റെസിപ്പി ആയിട്ടാണ്. എഗ്ഗും ബ്രെഡും വെച്ചിട്ട് വളരെ സ്വീറ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോൻ്റെ തൊട്ട് താഴെ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റിൽ നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് പഞ്ചസാര ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മെൽറ്റ് ആക്കിയിട്ടെടുക്കുക. ഷുഗർ ഇപ്പോൾ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർക്കുന്ന സമയത്ത് ഇത് നല്ലപോലെ ഒന്ന് കട്ടിയായിട്ട് വരും. ആ സമയത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഷുഗർ ഇപ്പോൾ നല്ലപോലെ ഒന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഏത് പാത്രത്തിലാണോ നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് 1.5 കപ്പ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 3 എഗ്ഗ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ബ്രെഡ് ക്രംസ് ആണ്. ഇത് ഞാൻ 6 ബ്രെഡ് എടുത്തിട്ട് സൈഡ്സ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഈ ഒരു മിക്സിയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിപ്പോൾ നല്ലപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിത് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത ശേഷം ഈ മിക്സ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കവർ ചെയ്തിട്ടെടുക്കാം. ഉള്ളിലേക്ക് ആവി കടക്കാത്ത രീതിയിൽ നല്ലപോലെ ഇതൊന്ന് കവർ ചെയ്യാം. ഈ ഒരു പാത്രത്തിലാണ് ഞാൻ പുഡിംഗ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിലൊരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ടാണ് ഞാൻ കേക്ക് ടിന്ന് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കൊരു 45 മിനിറ്റ്സ് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കാം.
ഇപ്പോൾ ഏകദേശം 45 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.